അപ്പോൾ നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ മാത്സ് ഇപ്പോൾ കഴിഞ്ഞ ഓണം എക്സാം 2026 അതായത് നമ്മുടെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ എ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ സെക്ഷൻ ഹാസ് 4 ക്വസ്റ്റ്യൻസ് സ്കോർ 1 ഈച്ച്. ഒന്നാമത്തെ സെക്ഷനിൽ ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 21 സ്ക്വയറിനെ 20 സ്ക്വയർ പ്ലസ് ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇതിൽ വിട്ടുപോയ ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 21 സ്ക്വയർ ഇസിക്കൽ ടു 2 സ്ക്വയർ പ്ലസ് 2 × 20 × 1 പ്ലസ് ഏതാണെന്ന്. അപ്പോൾ ഇതിന് നമുക്ക് a + b ദ ഹോൾ സ്ക്വയറിലാക്കാം. നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 20 + 1 ദ ഹോൾ സ്ക്വയർ എഴുതുവാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? 20 a സ്ക്വയർ a + b ദ ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചു ആ ഇക്വേഷൻ വെച്ചിട്ട്. അപ്പോൾ 20 സ്ക്വയർ പ്ലസ് ഇതേ ഗുണം ഇതേ 2 × 20 × 1 2 × 20 × 1 അധികം പ്ലസ് ഇനി a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ b എന്ന് പറഞ്ഞാൽ ഇത് 1. അപ്പോൾ 1 സ്ക്വയർ ആണ് ഇവിടെ വരുന്ന ഭാഗം. അപ്പോൾ അവിടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ടോ a. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞതെന്ന് ശരി ഉത്തരം ആൻസർ a 1 സ്ക്വയർ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഓക്കെ, a 1 സ്ക്വയർ എന്നുള്ളതാണ് ശരി ഉത്തരം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഫിഗർ ആണ് തന്നിട്ടുള്ളത്. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 4 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്, ഇവിടെയും 4 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ പേരും കൊടുത്തിട്ടുണ്ട്, ABC എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ABC എന്ന് പറഞ്ഞ ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് ഒരു ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ചോദിക്കുന്നത് AB = BC = 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ABയും BCയും 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ രണ്ട് സൈഡുകൾ തുല്യം. അപ്പോൾ നമ്മൾ നേരത്തെ അല്ലാതെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, അല്ലാതെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്. രണ്ട് സൈഡുകൾ തുല്യമാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് തുല്യം. അപ്പോൾ ഈ ആംഗിളും തുല്യമെന്നാണ്. ഓക്കെ, അത് നമ്മളിവിടെ മനസ്സിലാക്കി വെച്ചിരിക്കുക. വാട്ട് ഈസ് ആംഗിൾ സി? ആംഗിൾ സി എത്രയെന്നാണ് ചോദിക്കുന്നത്. ആംഗിൾ സി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 ആണ് കിട്ടേണ്ടത്. അതായത് ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എന്താണ്? ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ 180ന്ന് ഈ 90 കുറയ്ക്കുക. 180ന്ന് ഈ 90 കുറച്ചിട്ട് ആ കിട്ടുന്ന സംഖ്യ 2ആയിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഈ ഭാഗത്ത് കൊടുത്താൽ മതി. ഈ ആംഗിൾ സിക്കും ആംഗിൾ എക്കും കൊടുത്താൽ മതി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മാത്സിലൊരു റൂളുണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ് തുല്യമാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് തുല്യം. ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഈ ആംഗിളും തുല്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? 180ന്ന് 90 കുറയ്ക്കണം. അപ്പോൾ 0 80ന്ന് പോകില്ല, അപ്പുറത്തുനിന്ന് കടമെടുത്തു. അപ്പോൾ 9 90 ആണ് തിരിച്ച് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 90 ആണ് ഇതിൻ്റെ രണ്ടിൻ്റെ സം. ഇനി എന്ത് ചെയ്യണം? ഈ 90യെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 2 8 1 ശിഷ്ടം 0 5 2 10. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 45 ഡിഗ്രി. അപ്പോൾ ഇവിടെയും 45 ഡിഗ്രി കിട്ടും, ഇവിടെയും 45 ഡിഗ്രി കിട്ടും. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അത് ഓപ്ഷൻ ബി 45 ഡിഗ്രി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻ എനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈച്ച് ആംഗിൾ ഈസ് 60 ഡിഗ്രി. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡും തുല്യമായിട്ടുള്ള ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾ. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 180 ആണ് കിട്ടുന്നത്. അപ്പോൾ അതുമനുസരിച്ച് അപ്പോൾ ഇവിടെ എത്രയാണ്? 3 കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണം. ഈക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 60 ഡിഗ്രി എന്നാണ് വരുന്നത്. അപ്പോൾ 1 6 2 12 3 18 3 സൈഡ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇൻ എനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈച്ച് ആംഗിൾ ഈസ് ഓരോ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത്, ഇഫ് 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ്, ഈ സൈഡ് തുല്യമാണെന്ന് വെച്ചോ, 2 സൈഡ് ആർ ഈക്വൽ, ദെൻ ദെയർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതും ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതും. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് നേരത്തെ പറഞ്ഞ മാത്സിലൊരു റൂളാണ്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും സെയിം ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ സൈഡിൻ്റെ, അപ്പോൾ അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലേ ഈ ട്രയാങ്കിളിൻ്റെ? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇത് 60 ഡിഗ്രി, ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇത്, ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ ഇതെന്താ പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും കറക്റ്റാണ്, ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ്,
ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിട്ടുള്ള റീസൺ, കാരണം എന്ന് പറഞ്ഞത്. അപ്പോൾ ആൻസർ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താ? റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ്. അവിടെയും കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. 1, എ നമ്പർ ഡിവൈഡഡ് ബൈ 3 ലീവ്സ് റിമൈൻഡർ 0, then the number is a multiple of 3. അല്ലേ? എ നമ്പർ ഡിവൈഡഡ് ബൈ 3 ലീവ്സ് എ റിമൈൻഡർ. അപ്പോൾ ഏതൊരു നമ്പർ നമ്മൾ 3യുടെ മൾട്ടിപ്പിൾസ് എടുക്കുമ്പോഴല്ലേ ശിഷ്ടം 0 ആയിട്ട്, റിമൈൻഡർ 0 ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതെന്തായാലും മൾട്ടിപ്പിൾസ് ഓഫ് 3 ആയിരിക്കും അല്ലേ? 3 ഡിവൈഡ് ബൈ 3 1 3 3 0, ശിഷ്ടം 0. ഇനി 6 എടുക്കുവാണെങ്കിൽ 3 2 3 6 0. അപ്പോൾ എന്താണ്? 3യുടെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ റിമൈൻഡർ 0 എന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി രണ്ടാമത്തത്, എനി നാച്ചുറൽ നമ്പർ ലീവ്സ് റിമൈൻഡർ 0 ഓൺ ഡിവിഷൻ ബൈ 3. അപ്പോൾ ഏതൊരു എണ്ണൽ സംഖ്യ എടുത്താലും അത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നു. ആണോ? നമുക്ക് നോക്കിക്കേ, 5 എന്ന് പറഞ്ഞ സംഖ്യ എടുത്ത് നോക്കിയേ. 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തൊക്കെ നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യയാണ് അല്ലേ? അപ്പോൾ 5നെ 3 കൊണ്ട് ചെയ്തൊക്കെ 1 3 3, അപ്പോൾ 2 റിമൈൻഡർ കിട്ടി. അപ്പോൾ 0 ആണോ കിട്ടുന്നത്? ഇല്ല. അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, രണ്ടാമത്തത് തെറ്റാണ്. ഇനി മൂന്നാമത് എന്താ പറയുന്നത്? എനി പെർഫെക്റ്റ് സ്ക്വയർ ലീവ്സ് റിമൈൻഡർ 0 or 1 ഓൺ ഡിവിഷൻ ബൈ 3. ഇനി എനി പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 2ൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ 4. അപ്പോൾ എനി പെർഫെക്റ്റ് സ്ക്വയർ, ഏത് പെർഫെക്റ്റ് സ്ക്വയറിന്? ഇപ്പം എനി പെർഫെക്റ്റ് സ്ക്വയർ, ഇപ്പോൾ 2ൻ്റെ സ്ക്വയർ, അതിന് 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. 4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 1 ശിഷ്ടം കിട്ടും അല്ലേ? അപ്പോൾ 0 or 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ? 3ൻ്റെ സ്ക്വയർ 9. 9നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക, അത് 0. 9നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 3 കൊണ്ട് 3 3 9. ഓക്കെ, അപ്പോൾ 0 കണ്ടോ? അപ്പോൾ ഏതൊരു പെർഫെക്റ്റ് സ്ക്വയറിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 അല്ലെങ്കിൽ 1 ആണ് അവിടെ റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി നാലാമത്തെ, എനി ഓഡ് നമ്പർ, ഏതൊരു ഓഡ് നമ്പർ എടുക്കുകയാണെങ്കിൽ ലീവ്സ് റിമൈൻഡർ 0 or 1 ഓൺ ഡിവിഷൻ ബൈ 3. അപ്പോൾ ഏതൊരു ഓഡ് നമ്പർ എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യകൾ 1 3 5 7 എന്നൊക്കെ വരുന്നത്. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0 അല്ലെങ്കിൽ 1 ആണ് ശിഷ്ടം കിട്ടുന്നത്. ശരിയാണോ? നമുക്ക് നോക്കിക്കേ, നേരത്തെ 5 ചെയ്തിട്ടുണ്ട്. 5 എന്ന് പറഞ്ഞാൽ ഒരു ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യയാണ്. ആ 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് റിമൈൻഡർ കിട്ടിയത്? ശിഷ്ടം കിട്ടിയത് 2 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ 0ഉം 1ഉം മാത്രമാണ് കിട്ടുന്നതെന്ന്? ഇല്ല. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമുക്ക് ആകെ ശരിയായിട്ട് കിട്ടിയ ഏതൊക്കെ? ഫസ്റ്റ് 1ഉം തേർഡ് 1ഉം ആണ്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1 and 3 ആർ ട്രൂ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് 103ൻ്റെ സ്ക്വയർ 103യുടെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 103 എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ ഫോമിൽ എഴുതുമ്പോൾ 100 + 3 എന്ന് എഴുതാം. 100 + 3 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇത് എക്സ് ഇത് വൈ. അപ്പോൾ നമുക്ക് 100ൻ്റെ സ്ക്വയറിന് എക്സ് സ്ക്വയറിന് പകരം 100 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് 3ൻ്റെ സ്ക്വയർ പ്ലസ് 2 × 100 × വൈ എത്രയാണ്? 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് 100ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1ഉം 4 0. ഓക്കെ, 2 0 എന്നുള്ളത് ഒരു 0ൻ്റെ സ്ക്വയർ 2 ആവും, അടുത്ത് ഇതിൻ്റെയും കൂടെ 2 ആവും. അപ്പോൾ 4 0 പ്ലസ് 3 സ്ക്വയർ എത്രയെന്ന് അറിയാം? 9 പ്ലസ് 2 × 3 3 2 6 6 × 100 എന്ന് വെച്ചാൽ 600. ഓക്കെ, ഇനി എങ്ങനെ കിട്ടും? അപ്പോൾ ഇതിൻ്റെ കൂടെ 10,000 കൂടെ 600 കൂട്ടുമ്പോൾ 10,600, അതിൻ്റെ കൂടെ 9 കൂടെ കൂട്ടുമ്പോൾ 10,609. ഓക്കെ, അപ്പോൾ 10,609 ഇതാണ് അവിടുത്തെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ക്വാഡ്രിലാറ്ററൽ ABCD, അവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ 4 സൈഡുള്ളതാണ്. ഓക്കെ, തന്നിട്ടുണ്ട്, ഇങ്ങനെ തന്നിട്ടുണ്ട്. എന്താ? ABCD ഫിഗർ അവിടെ തന്നിട്ടുണ്ട്. ഞാൻ വരയ്ക്കുന്ന കറക്റ്റ് ആയിരിക്കില്ല. ABCD എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ, ഇവിടെ 50 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് പറയുന്നത് AB = AD. AB ആണ് AB AD ഈക്വൽ ആണ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് BC = DC 5 സെൻറ്റിമീറ്റർ. BC 5 സെൻറ്റിമീറ്റർ ആണ്, CD യും 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 2 സൈഡും സെയിം, ഈ 2 സൈഡും സെയിം. ഓക്കെ, പിന്നെന്താ പറയുന്നത്?
ആംഗിൾ ബി എ സി ഈക്വൽ ടു 50 ഡിഗ്രി. ആംഗിൾ ബി എ സി ദാ ഇത് 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? എ സി ഡി, ആംഗിൾ എ സി ഡി എന്ന് വെച്ചാൽ ദാ ഇതെന്ന് വരും. എ സി ഡി ഇത് 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇത്രയും തന്നിട്ടുണ്ട്. നമ്മളോട് ഒന്നാമത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ആംഗിൾ ഡി എ സി. ഡി എ സി എന്തെന്നാണ് ചോദിക്കുന്നത്. ഡി എ സി എന്ന് പറയുമ്പോൾ ഡി എവിടെ കിടക്കണം? ഡി എ സി. ഓക്കെ, അപ്പോൾ ഈ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ എളുപ്പ വഴി? നമുക്കറിയാം, ഇതാ ഇവിടെ ഇപ്പോൾ 2 ട്രയാങ്കിൾ ഉണ്ട്. ഇതാ ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇതിനെ ഒരു ട്രയാങ്കിൾ എടുത്ത് ഇതിനെ ട്രയാങ്കിൾ എടുത്താൽ, ഇത് രണ്ടാമത്തെ ട്രയാങ്കിളായിട്ട് എടുത്താൽ ഇവിടെ 4 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും അല്ലേ? അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ. ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു സൈഡ്. ഓക്കെ, രണ്ടിനും കോമൺ ആണ് ഈ എ സി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾ എന്ന് മനസ്സിലാക്കാം നമുക്ക്. രണ്ടും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ ഈക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതാ ഇവിടെ ഈ സൈഡുകളുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ്, 2 സൈഡ് തുല്യമാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2 സൈഡ് തുല്യമാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കി, ഈ 2 സൈഡ് തുല്യമാണ്. അപ്പോൾ ഇവിടെ ഈ 5 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 50 തന്നു. അപ്പോൾ ഇവിടുത്തെ 5 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് എത്ര തന്നെ ആയിരിക്കും? 50 ആയിരിക്കും. അപ്പോൾ ആംഗിൾ ഡി എ സി എന്ന് പറഞ്ഞാലും 50 ഡിഗ്രി തന്നെയാണ് അവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ആംഗിൾ എ ബി സി. ആംഗിൾ എ ബി സി ഏതാണ്? എ ബി സി. അപ്പോൾ എ ബി സി ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എ ബി സി. അപ്പോൾ ഈ ആംഗിൾ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സൈഡും കണ്ടുപിടിക്കാം. നോക്കിക്കേ, ഇവിടെ നമുക്ക് 50 കിട്ടി. അപ്പോൾ ഈ 2 ട്രയാങ്കിളും തുല്യമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 5 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള 50 ആണ് ഇവിടുത്തെ 5 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടുത്തെ 4 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടുത്തെയും 4 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നോക്കിക്കേ, ഇവിടുത്തെ 4 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളാണ് 30 ഡിഗ്രി. അപ്പോൾ ഇവിടെയും 4 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഇവിടെ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 30 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ 15 കിട്ടി, ഇവിടെ 13 കിട്ടി. ഇനി ആംഗിൾ ബി എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ ബി കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡും കൂട്ടുമ്പോൾ 180 ആണെന്ന്. അപ്പോൾ ആ 180ന്ന് ഇത് രണ്ടും കൂടെ കൂട്ടിയത് കുറച്ചാൽ മതി. അപ്പോൾ 180 ഡിഗ്രി മൈനസ് ഇവിടുത്തെ 50 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എന്ന് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി മൈനസ് 50 പ്ലസ് 30 80 ഡിഗ്രി. 80 ഡിഗ്രി ചെയ്യുമ്പോൾ നമുക്ക് 100 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ, സെക്കൻഡ് ആൻസർ ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ സ്ക്വയർ ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ ഈസ് ഗിവൻ ബിലോ. അപ്പോൾ നമ്മൾ രാവിലെയും കൂടെ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇങ്ങനൊരു ടേബിൾ തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, എ. ഓക്കെ, ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്നിട്ട് ചോദിക്കുകയാണ് റൈറ്റ് ദ നമ്പേഴ്സ് ഡിനോട്ടിങ് എ ആൻഡ് ബി. എയും ബിയും എന്തെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? എ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതാ ഇതിൻ്റെ എ ഇൻറ്റു എ ആണ് ഇവിടെ. അപ്പോൾ എ സ്ക്വയർ ആണ് 400. അപ്പോൾ എ ഇൻറ്റു എ ആണ് 400. അതായത് എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ് 400. അപ്പോൾ എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് എടുത്താൽ മതി. 400ൻ്റെ റൂട്ട് എന്ന് വെച്ചാൽ 2 0 1 0 ആവും. 4 എന്ന് വെച്ചാൽ 2ൻ്റെ റൂട്ട്. അപ്പോൾ എത്രയാണ് ആൻസർ? 20 ആണ് അവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 20. ഇനി എങ്ങനെ ബി കണ്ടുപിടിക്കാം? അപ്പോൾ ഇവിടെ കിട്ടി 20 എന്ന്. ഓക്കെ, ഇനി ബി കണ്ടുപിടിക്കാൻ എന്താ? 6 × 20 ചെയ്യുമ്പോഴാണ് നമുക്ക് ബി കിട്ടുന്നത്. അപ്പോൾ ബി എങ്ങനെ എഴുതാം? 6 × 20 = ബി. അപ്പോൾ 6 2 12. അപ്പോൾ 120 ആണ് ബിയുടെ ആൻസറായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് 102 × 98. 102 × 98 ചെയ്യണം. എങ്ങനെയാണ്? ആസ് ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 നമ്പേഴ്സ്. ഡിഫറൻസ് എന്ന് വെച്ചാൽ മൈനസിൽ, അതായത് 2 സംഖ്യകളുടെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആയിട്ട് വേണം എഴുതാൻ. ഓക്കെ, 2 സംഖ്യകളുടെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആയിട്ട് വേണം എഴുതാൻ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? നമുക്ക് 100നെ എങ്ങനെ എഴുതാം? 100 + 2 എന്ന് എഴുതാം. ഓക്കെ, അതേ ഇൻറ്റു 98നെ എങ്ങനെ എഴുതാം? 100 - 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് a + b × a - b ഒരു ഇക്വേഷൻ, അല്ലെങ്കിൽ x + y × x - y എന്ന് പറഞ്ഞാൽ x² - y² എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിപ്പോൾ ആ ഫോമിലല്ലേ കിടക്കുന്നത്? ഇതിന് x + y × x - y = എന്തായിരിക്കും? x² - y². x² എന്ന് പറയുമ്പോൾ 100ൻ്റെ സ്ക്വയർ മൈനസ് y എന്ന് പറയുമ്പോൾ 2ൻ്റെ സ്ക്വയർ. അപ്പോൾ
100 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. അപ്പോൾ ഡിഫറൻസ് കിട്ടിയില്ലേ? രണ്ട് സംഖ്യകളുടെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് അവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ സി ആണ്. ദിസ് സെക്ഷൻ ഹാസ് 4 ക്വസ്റ്റ്യൻസ് ഓഫ് സ്കോർ 3 ഈച്ച്. അപ്പോൾ 4 ക്വസ്റ്റ്യൻ ഉണ്ട്, 3 മാർക്കിൻ്റെയാണ്. പിന്നെ ഓർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് അത് എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ. ഞാനിവിടെ എല്ലാം പറയാം. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത് 9ാമത്തെ ക്വസ്റ്റ്യൻ പറയാണ്. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇൻ ദ ഫിഗർ, ഈ ചിത്രത്തിൽ O ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AD ആൻഡ് BC. ADയുടെയും BCയുടെയും മിഡ് പോയിന്റ്, നടുക്കുള്ള പോയിന്റാണ് O എന്ന് പറയുന്നത്, തന്നിട്ടുണ്ട്. ഓക്കെ, പ്രൂവ് ദാറ്റ്, തെളിയിക്കണം. നമ്മൾ തെളിയിക്കേണ്ട AB ഈക്വൽ ടു CD. ഈ AB ഈക്വൽ ടു CD ആണെന്ന് തെളിയിക്കണം. AB ഈക്വൽ ടു CD എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ തെളിയിക്കാം നമുക്ക്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, കൺസിഡർ. അപ്പോൾ എങ്ങനെ എഴുതും? കൺസിഡർ ട്രയാങ്കിൾ ABO ആൻഡ് CDO. 2 ട്രയാങ്കിൾ ഉണ്ട്. CDO എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇവിടെ ട്രയാങ്കിൾ. ഓക്കെ, ട്രയാങ്കിൾ CDO എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യും. എന്നിട്ട് ഇവിടെ നമുക്ക് അറിയാമെന്നുള്ളതല്ല എഴുതാം. എന്താ? AO ഇസ് ഈക്വൽ ടു OD. അതറിഞ്ഞൂടെ? AO, അതായത് നമുക്ക് എന്താണ്? AO ഈക്വൽ ടു OD എന്ന് എഴുതും. ഇത്രയും തുല്യം. കാരണം മിഡ് പോയിന്റ് ആണ്, നടുക്കാണ്. അപ്പോൾ നടുക്കെന്ന് വെച്ചാൽ തുല്യ ലെങ്ത് ആയിരിക്കും അപ്പുറത്തുപ്പുറം വരുന്നത്. അപ്പോൾ AO ഈക്വൽ ടു OD എന്ന് വേണമെങ്കിൽ നമുക്ക് മിഡ് പോയിന്റ് എന്ന് എഴുതാം. മിഡ് പോയിന്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അടുത്ത ഏതെഴുതും? അപ്പോൾ അടുത്ത അതേപോലെ BO ഈക്വൽ ടു OC എന്ന് എഴുതാം. BO ഈക്വൽ ടു OC എന്ന് എഴുതാം. അതും മിഡ് പോയിന്റ് ആണ്. ഓക്കെ, മിഡ് പോയിന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ നോക്കിക്കോ, അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും ഈ സൈഡ്, അപ്പോൾ 2 ട്രയാങ്കിൾ കിട്ടി. ഈ സൈഡും തുല്യം, ഈ സൈഡും തുല്യം. ഇനി എന്ത് ചെയ്യണം? നമുക്കറിയാം, ഒരു 2 ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ 2 ട്രയാങ്കിളിൻ്റെ 2 സൈഡുകളും ഒരു ആംഗിളും തുല്യമായിട്ട് വന്നാൽ നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് അതിനെ പറയാം. അപ്പോൾ നോക്കിക്കോ, ഈ സൈഡും തുല്യം, ഈ സൈഡും തുല്യം. അപ്പോൾ എന്താ? 2 സൈഡായി. ഇനി എന്താ? ആംഗിൾ ദാ ഇവിടെയും തുല്യമല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ എന്താ എഴുതാം? ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ COD. എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, എതിർ കോണുകൾ. അപ്പോൾ ഈ 2 ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ. ദെയർഫോർ എന്താ? ട്രയാങ്കിൾ ABO ആൻഡ് ട്രയാങ്കിൾ CDO ആർ ഈക്വൽ എന്ന് എഴുതാം. 2 ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ ഇത് അതിൻ്റെ സൈഡിൽ തുല്യം. അപ്പോൾ AB ഈക്വൽ ടു ദെയർഫോർ AB ഈക്വൽ ടു, അപ്പോൾ 2 ട്രയാങ്കിൾ തുല്യമാണെങ്കിൽ എല്ലാം സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ AB ഈക്വൽ ടു ദെയർഫോർ നമുക്ക് AB ഈക്വൽ ടു CD എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ അറിയാത്തവർക്കാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താ? അപ്പോൾ ഇനി അടുത്ത് 9ന്റെ B ക്വസ്റ്റ്യൻ ആണ്. 9ന്റെ B ക്വസ്റ്റ്യൻ പാരലോഗ്രാമിൻ്റെ പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ ജസ്റ്റ് ആൻസർ ഒന്ന് എഴുതിയിട്ടുണ്ട്. കാരണം എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഈ ചർച്ചിൻ്റെ പള്ളിയുടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ പള്ളിയുടെ ശബ്ദമൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ അത് കൂടുതൽ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആകുമെന്നറിയാം. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, 9ന്റെ B ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രൂവ് ദാറ്റ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എനി പാരലോഗ്രാം ആർ ഈക്വൽ. അപ്പോൾ ഏതൊരു പാരലോഗ്രാം എടുത്താലും അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്, ഇവിടെ Aയും Cയും ഇവിടെ Dയും Bയും ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു പാരലോഗ്രാം വരച്ചു. ABCD എന്ന് പറഞ്ഞൊരു പാരലോഗ്രാം വരച്ചു. നമുക്കറിയാം പാരലോഗ്രാമിൻ്റെ 2 സൈഡ് എന്ന് പറഞ്ഞാലും പാരലായിരിക്കും. അപ്പോൾ ഞാനിവിടെ AB പാരലൽ BC എന്ന് എടുത്തു. AD പാരലൽ BC എന്ന് എടുത്തു. ഓക്കെ, AD പാരലൽ ടു BC എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ A പ്ലസ് B ആംഗിൾ B എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാരലോഗ്രാമിൽ എന്താണ്? പാരലിൻ്റെ അവിടെ നിന്ന് വേറെ ലൈൻ വരയ്ക്കുമ്പോൾ ഈ അകത്തുള്ള 2 ആംഗിളിൻ്റെയും സം എന്ന് വെച്ചാൽ 180 ഡിഗ്രി ആയിരിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ആംഗിൾ A പ്ലസ് ആംഗിൾ B നമുക്ക് 180 ഡിഗ്രി എന്ന് എടുക്കാം. അതിന് ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. ഇനി അടുത്തെന്ന് പറയുന്നത് AB പാരലൽ ടു CD. അപ്പോൾ AB എന്ന് പറഞ്ഞാൽ ഇത് പാരലൽ ടു CD, ഇതിന് പാരലൽ എന്ന് എടുത്തു. അതിൽ നിന്ന് നമുക്ക് ഏത് കിട്ടും? ആംഗിൾ B പ്ലസ്
ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെ എന്നിട്ട് നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുമ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി പ്ലസ് ബി എന്ന് വെച്ചാൽ നമുക്ക് എഴുതാവും ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്, ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. അപ്പോൾ അതിനെ ഇക്വേറ്റ് ചെയ്തു. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് എഴുതി. ഇനി രണ്ടിടവും സമത്തിന് അപ്പുറത്തും ഇപ്പുറത്തും ആംഗിൾ ബി ഉള്ളതുകൊണ്ട് അതിനെ ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എങ്ങനെ കിട്ടും? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് അതായത് ആംഗിൾ എ ഓപ്പോസിറ്റ് ആംഗിൾസ് ആംഗിൾ എയും ആംഗിൾ സിയും തുല്യമാണെന്ന് ഇവിടെ നിന്ന് കിട്ടി. ഇനി അടുത്ത് സിമിലർലി അതുപോലെ എന്താണ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്നും ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എടുക്കും. ഈ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യുമ്പം നമുക്ക് എന്താണ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി എന്ന് എഴുതാം. അതിൽ രണ്ടിടത്തും സമത്തിന് അപ്പുറത്തും ഇപ്പുറത്തും ആംഗിൾ സി കൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഡി എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത് 10ാമത്തെ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ്സ് 5.3 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ സൈഡ് തന്നിട്ടുണ്ട് 5.3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഏരിയ ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്താ ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈഡിൻ്റെ സ്ക്വയറാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതും? 5.3 ദ ഹോൾ സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 5.3 സ്ക്വയറിനെ എങ്ങനെ എഴുതാം? 5 പ്ലസ് 0.3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എ സ്ക്വയർ 5ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോം. അപ്പോൾ 2 ഇൻറ്റു 5 ഇൻറ്റു 0.3 പ്ലസ് 0.3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 5ൻ്റെ സ്ക്വയർ 25 പ്ലസ് 5 2 10. അപ്പോൾ എത്രയാണ്? 10 ഇൻറ്റു 0.3 പ്ലസ് 0.3 ദ ഹോൾ സ്ക്വയർ. 0.3 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 0.3 ഇൻറ്റു 0.3 എന്നാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ കുടിക്കും. 3 3 9 എന്ന് വെച്ചാൽ ഇവിടെ എന്താ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം മാറ്റണം? ഇവിടെ ഒരു സ്ഥാനമുണ്ട്, ഇവിടെ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ 2 സ്ഥാനം. ഇപ്പോൾ ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ. നമ്മൾ അടുത്തൊന്ന് തികയ്ക്കാൻ ഒരു പോയിന്റ് ഇട്ടിട്ട് ഇപ്പുറത്ത് ഒരു ഡെസിമൽ പോയിന്റ് കൊടുക്കും. അപ്പോൾ 0.09 എന്ന് കിട്ടും. ഇവിടെയോ 25 പ്ലസ് ഇവിടെ എന്താണ് 10 ഇൻറ്റു 0.3. അപ്പോൾ പോയിന്റ് ഇല്ലാതെ ആദ്യം ഗുണിക്കും. 3 ഇൻറ്റു 10 30 ഇനി പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പോൾ എത്ര കിട്ടും? 25 പ്ലസ് 3 എന്ന് വെച്ചാൽ അത് പോയിന്റ് ഇല്ല. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 3 പ്ലസ് 0.09 എന്ന് കിട്ടും. അപ്പോൾ 25 പ്ലസ് 3 എന്ന് വെച്ചാൽ 28. അപ്പോൾ 28 പ്ലസ് 0.09 അതെങ്ങനെ എഴുതും? 28 പ്ലസ് 0.09 എന്ന് പറയുമ്പോൾ 0.0928. അപ്പോൾ ആൻസർ 28.09 എന്ന് കിട്ടും. ഇത്രയാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് 11ാമത്തെ ക്വസ്റ്റ്യൻ. 61 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത്രയും തന്നിട്ടുണ്ട് 3600 പ്ലസ് 2 ഇൻറ്റു 60 പ്ലസ് ഡാഷ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ നമ്മൾ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇവിടെ എത്രയാണ്? അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ്? നമുക്കറിയാം എങ്ങനെ എഴുതിക്കാൻ. 61 സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? 60 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 60 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 60 ഇൻറ്റു 1 പ്ലസ് 1ൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ 60 സ്ക്വയർ. ഇവിടെ 3600 തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഇൻറ്റു 60 ഇൻറ്റു 1. അപ്പോൾ ആ 1ന് 2 ഇൻറ്റു 60 കൊണ്ട് ഗുണിച്ചാൽ 2 ഇൻറ്റു 60 ആണ്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ് വിട്ടുപോയെടുത്ത്? അപ്പോൾ ഇവിടെ എഴുതേണ്ടത് 1 സ്ക്വയർ. അപ്പോൾ ആൻസർ നമ്മൾ 1 സ്ക്വയർ എന്നാണ് അവിടെ എഴുതേണ്ടത്. ആ വിട്ടുപോയ ഭാഗത്ത് 1 സ്ക്വയർ എന്നാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ 1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ശരിയാണ്. ഇനി രണ്ടാമത് തന്നിരിക്കുന്നത് 59 സ്ക്വയർ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. 59ൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് ആകെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ 60യുടെ സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് 59 സ്ക്വയർ കണ്ടുപിടിക്കാം. എങ്ങനെ? 59 നമുക്ക് ആ 60യുടെ ടൈമിൽ വെച്ച് എഴുതുമ്പോൾ 60 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. 59ന് നമുക്ക് 60 മൈനസ് 1 എന്ന് എഴുതാം. അപ്പോൾ 60 മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമാണ്. അപ്പോൾ എന്താണ്? എ സ്ക്വയർ. അപ്പോൾ 60യുടെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 60 ഇൻറ്റു എത്രയാ? 1. 60 ഇൻറ്റു 1 മൈനസ് 1 സ്ക്വയർ. അപ്പോൾ എങ്ങനെ ചെയ്യും? 60ൻ്റെ സ്ക്വയർ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3600 എന്ന്. അപ്പോൾ 3600 മൈനസ്
ഇത് ഇത്രയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 6 6 2 12 12 × 1 എന്ന് പറഞ്ഞാൽ 12 തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുത്തത്. അപ്പോൾ 120 മൈനസ് 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഓക്കെ, ഇവിടെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ a² മൈനസ് 2ab പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ പ്ലസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസിക്കൽ ടു a² മൈനസ് 2ab പ്ലസ് b² ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് വരും. ഇനി എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് അപ്പോൾ ഇത്ര കിട്ടി. ഇനി 3600 നിന്ന് 120 പോകുമ്പോൾ അപ്പോൾ 0 10 ന് 2 പോയ 0 10 ന് 2 പോയ 8 ഇവിടെ 5 ന് 1 പോയ 4 അപ്പോൾ 3480. അപ്പോൾ 3480 പ്ലസ് 1 ചെയ്യുമ്പോൾ 3481 എന്നുള്ളത് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 11ൻ്റെ എ അറിയാത്തവർക്ക് ബി ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ പറയുന്നത്? ബിയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇനി 11ൻ്റെ ബി ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 10. അപ്പോൾ റൈറ്റ് ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പർ, ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകൾ വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 10. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ശിഷ്ടം കിട്ടണം. അപ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് അറിയാം, എണ്ണൽ സംഖ്യകൾ 1 2 3. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ശിഷ്ടം കിട്ടണം. അപ്പോൾ എന്താ? 1 വരും അല്ലേ? നമ്പേഴ്സ് ഏതൊക്കെയാണ്? അത് നമ്പേഴ്സ് നമുക്ക് കിട്ടും. എന്തുണ്ട്? 1 ഉണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഇനി 2 വരുമില്ല. ഇനി അടുത്ത എന്തിനാണ്? 10ൻ്റെ ഗുണിതങ്ങളൂടെ 1 കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 11 ആയിരിക്കും അല്ലേ? 11. അപ്പോൾ 11നെ 10 കൊണ്ട് ഡിവൈഡ്, ഒരു 10 10. അപ്പോൾ 1 ശിഷ്ടം കിട്ടും. റിമൈൻഡർ 1 കിട്ടണം. അപ്പോൾ 1 എഴുതാം, 11 എഴുതാം. അടുത്ത ഏതെഴുതാം നമുക്ക്? ഒരു 10 10 2 10 20. അപ്പോൾ 20ൻ്റെ കൂടെ 1 കൂട്ടണം. അപ്പോൾ 21. ഓക്കെ, 21. അടുത്ത അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കി. 21 നോക്കുമ്പോൾ 10 കൊണ്ട് ചെയ്യും 2 10 20. അപ്പോൾ 1 റിമൈൻഡർ കിട്ടും. അപ്പോൾ 10ൻ്റെ ടേബിളിൻ്റെ കൂടെ 1 കൂട്ടുക. ആ കിട്ടുന്ന ടേബിളിൻ്റെ സംഖ്യയുടെ കൂടെ 1 കൂട്ടിയത്. അപ്പോൾ 1 11 21 31 41 എഴുതാം അല്ലേ? അപ്പോൾ എത്രയാണ്? അതായത് ആദ്യത്തെ 5 എണ്ണമാണ് എഴുതാൻ പറഞ്ഞത്. 1 2 3 4 5 എണ്ണം എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതായപ്പോൾ ആൻസറായി. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ നമ്പേഴ്സ്, പ്രൂവ് ദാറ്റ്, തെളിയിക്കുക, സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 10 ഓൾസോ ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 10. ഓക്കെ, അപ്പോൾ അത് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദ സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 10 എങ്ങനെ എഴുതാം? 10n+1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ഇന്ന് കുറച്ച് ഭാഗം എഴുതണം. എന്താണ്? ദ സ്ക്വയേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 10 നമുക്ക് എങ്ങനെ എഴുതാം? 10n+1 എന്ന് എഴുതാം. ഇങ്ങനെയല്ലേ എഴുതുന്നത്? അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ 10n+1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a + b ദ ഹോൾ സ്ക്വയർ. അതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തം ഉപയോഗിച്ചത്. അപ്പോൾ 10n² അല്ലേ? 10² n പ്ലസ് 2 ഇൻറ്റു, ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഴുതാം? x², 10n² പ്ലസ് 2 ഇൻറ്റു 10n ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ a² പ്ലസ് 2ab പ്ലസ് b², അപ്പോൾ 1² എന്ന് കിട്ടും. ഇത് നമുക്ക് എങ്ങനെയാണ്? 10ൻ്റെ സ്ക്വയർ എത്രയാണ്? 100. നമുക്കറിയാം 100 n², n-ൻ്റെ സ്ക്വയർ n² പ്ലസ് 2 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 20n ഇൻറ്റു 1 20 തന്നെ, 20n തന്നെ പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് 10നെ പുറത്തെടുക്കാം. ഓക്കെ, 10നെ പുറത്തെടുക്കുമ്പോൾ നമുക്ക് 100 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 10 ആണ്. ഓക്കെ, അപ്പോൾ ഈ 10 പുറത്ത് പോയാൽ ബാക്കി എത്രയാണ് അവിടെ വരുന്നത്? 10n പ്ലസ് ഈ 20n എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 ഇൻറ്റു 10 ആണ് 20. അതിന് നമ്മൾ 10നെ പുറത്തെടുത്ത ബാക്കി എത്രയാണ്? 2. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 2n എന്ന് കിട്ടും. ഓക്കെ, 2n-നെ നമ്മൾ ബാക്കി എടുക്കും. അപ്പോൾ ബാക്കി എന്തെഴുതും? +1 എന്ന് കിട്ടും. അതായത് മനസ്സിലായോ ഇത്? അപ്പോൾ ഇതിന് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ പ്രൂവ് ചെയ്യാം. എന്താ? അപ്പോൾ ബാക്കി ടൈം എന്ന് വെച്ചാൽ അപ്പോൾ 10n+2n എന്ന് പറയുന്നത് അതെന്ന് വെച്ചാൽ 10ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ബാക്കി അവിടെ എത്രയാണ് റിമൈൻഡർ ആയിട്ട് വരുന്നത്? 1 ആണ് അവിടെ റിമൈൻഡർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് അവിടെ ശരിക്കും ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അപ്പം നമുക്ക് എഴുതാം 10n+2n എന്ന് പറഞ്ഞാൽ ഈസ് ഓൾവേസ് ദ മൾട്ടിപ്പിൾ ഓഫ് 10. അപ്പോൾ ഇനി കൺക്ലൂഷനായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം 10n+2n ഈസ് ഓൾവേസ് ദ മൾട്ടിപ്പിൾ ഓഫ് 10.
അപ്പോൾ ഈ 10n + 2n എന്ന് പറഞ്ഞാൽ എപ്പോഴും 10ൻ്റെ ഗുണിതങ്ങളായിരിക്കും. അങ്ങനെയാകുമ്പോൾ വൺസ് പ്ലേസ്, 1ൻ്റെ സ്ഥാനത്ത് എന്താ, ഓൾവേസ് ഗെറ്റ് ബൈ ആഡിങ് 1. അപ്പോൾ വൺസ് നമ്മൾ വൺസ് ടെൻസ് എന്ന് പറയില്ല. അപ്പോൾ വൺസിൻ്റെ സ്ഥാനത്ത് എപ്പോഴും 1 തന്നെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, 1 ആണ് ആഡഡ് ആയിട്ട് ഇരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എപ്പോഴും റിമൈൻഡർ 1 ആയിരിക്കും എന്നാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ തന്നിട്ടുണ്ട് x + y² + x - y² = 2 × x² + y² എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളടുത്ത് രണ്ടാമത് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ 1 ചോദിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ x + 1² + ഡാഷ് അവിടെ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ എന്താണ് x + y² ആയപ്പോൾ അടുത്തെന്താണ് x - y² ആണ്. അപ്പോൾ ഈ x + 1² ആണെങ്കിൽ അടുത്തെന്ത് വരും, അവിടെ x - 1² എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ യൂസിങ് ദിസ്. അപ്പോൾ ഇത് ഉപയോഗിച്ച്, അതായത് x + y² + x - y² ആ ഒരു ഇക്വേഷൻ തന്നില്ലേ, അതുപയോഗിച്ച് 21² + 19² എഴുതാനാണ് പറയുന്നത്. റൈറ്റ് ചെയ്യാൻ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ 21² നമുക്ക് എങ്ങനെ എഴുതാം, x + y ഫോമിലാകുമ്പോൾ 20 + 1². ഓക്കെ, അത് കഴിഞ്ഞ് പ്ലസ് അടുത്ത് x - y എന്ന് പറയുമ്പോൾ 20 - y² = അത് കഴിഞ്ഞ് 2 × x² + y² ആണ്. അപ്പോൾ 20 ഇവിടെ 20 - 1 ആണ് കേട്ടോ. 20 - 1² = 2 × എന്താണ് x² + y². x ഇവിടെ y, ഇതാണ് x, ഇത് y. അപ്പോൾ എങ്ങനെ എഴുതും, x² + y² എന്ന് പറയുമ്പോൾ 2 × 20² + y² എന്ന് വെച്ചാൽ 1². ഈ ഒരു ഫോമിൽ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് സെക്ഷൻ ഡിയിലോട്ട് പോകാം. ദ സെക്ഷൻ ഹാസ് 4 ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ, ഒരു ഫിഗർ തന്നിട്ടുണ്ട്. എന്താണ് ഫിഗർ ഇങ്ങനെ തന്നിട്ടുള്ളത്, ഇതാണ് നമ്മുടെ ഫിഗർ. ഓക്കെ, ഫിഗറിൽ പറയുന്നുണ്ട് ഇവിടെ 10 സെൻറ്റിമീറ്റർ, ഇവിടെയും 10 സെൻറ്റിമീറ്റർ, ഇത്രയും 12 സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും 12 സെൻറ്റിമീറ്റർ. പിന്നെ ഇവിടെ R തന്നിട്ടുണ്ട്, PQS ഇത്രയും തന്നിട്ടുണ്ട്. ഇവിടെ 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, 1 ആംഗിൾ S. ആംഗിൾ എസ് എത്രയെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒന്ന് വിട്ടിട്ടുണ്ട്, ഇവിടെ 50 ഡിഗ്രി എന്നും കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളടുത്ത് ചോദിക്കുന്നത് ആംഗിൾ എസ് എത്രയെന്നാണ്. ആംഗിൾ എസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ രണ്ട് സൈഡ് തുല്യമാണ് അല്ലേ, 10ഉം 10ഉം. അപ്പോൾ ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ നോക്കുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നടുക്കൂടെ പോയേക്കുക. അപ്പം അതിൻ്റെ നടുക്കൂടെ പോയേക്കും, മിഡ് പോയിന്റിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ 12 ആണെങ്കിൽ ഇവിടെ 6 ആയിരിക്കും, ഇവിടെയും 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ രണ്ട് ട്രയാങ്കിളും തുല്യമല്ലേ. ഇവിടെ 10 സെൻറ്റിമീറ്റർ, ഇത് കോമൺ സൈഡാണ് രണ്ടിനും, ഇത് 6 വെച്ച് പോകുന്നു. അപ്പോൾ രണ്ട് ട്രയാങ്കിളും തുല്യമാണ്. അപ്പോൾ ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 50 ഡിഗ്രി തന്നെയാണ് ആൻസർ. അപ്പോൾ ആംഗിൾ എസ് ചോദിച്ചാൽ 50 ഡിഗ്രി എന്ന് തന്നെ എഴുതണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് QR. QR എവിടെ, ദ QR ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് ആണ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതും നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നമുക്ക് 12 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ ഇവിടെ ഇത്രയും Q മുതൽ R വരെ 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതാം, എത്രയാണ്, QR = 6 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PR. അപ്പോൾ ഈ ലെങ്തിന് നമുക്ക് കണ്ടുപിടിക്കണം. ഈ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും, അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പൈതഗോറസ് തിയറം ഉപയോഗിക്കണം. ഇത് നമ്മുടെ ഹൈപ്പോട്ടനസ് ആണ് അല്ലേ, ഇത് ഹൈപ്പോട്ടനസ്, അത് തന്നിട്ടുണ്ട്. ഇതെന്താണ്, ബേസ് ആണ്, ബേസ് തന്നിട്ടുണ്ട് 6. ഇതെന്താണ്, ആൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പൈതഗോറസ് തിയറം അനുസരിച്ച് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ = ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ്, 100. അപ്പോൾ ഹൈപ്പോട്ടനസ് സ്ക്വയർ 10 സ്ക്വയർ മൈനസ് ബേസ് എത്രയാണ്, 6 സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് √10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ക്വയർ 100. അപ്പോൾ 100 മൈനസ് 6ൻ്റെ സ്ക്വയർ 6 36. അതെത്രയായിട്ട് എഴുതും, 100 - 36 പോയാൽ 64 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ √64 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 8 64. അപ്പോൾ 8 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് ഇതെന്ന് പറഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത് വീണ്ടും ക്വസ്റ്റ്യൻ 14ൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ക്വാഡ്രിലാറ്ററൽ PQRS ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ 4 സൈഡുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതും 5 ഇതും 5. ഓക്കെ,
5 ആണ്. അപ്പോൾ ഇത് 6 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 6 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊറ്റ നോട്ടത്തിൽ മനസ്സിലാവും. എന്നാലും നമുക്ക് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് നോക്കാം, പ്രോബ്ലം നോക്കാം. PRS 35 ഡിഗ്രി എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് 35 ഡിഗ്രി. പിന്നെ പറയുന്നത് QPR ഇതും 35 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ? PRQ = 45 ഡിഗ്രി. PRQ ഈ ഒരു ആംഗിൾ 45 ഡിഗ്രി എന്ന് ഇത്രയും തന്നിട്ടുണ്ട്. നമ്മളെടുത്ത് പറയുന്നത് ഓക്കെ, ഇനിയും തീർന്നിട്ടില്ല. PQ = RS = 5 സെൻറ്റിമീറ്റർ. PQ ഈ സൈഡും RS ഈ സൈഡും 5 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ പറയുന്നത് QR = 6 സെൻറ്റിമീറ്റർ. അപ്പോൾ QR = 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PS. അപ്പോൾ PSൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ PSൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാം? നമുക്കിതറിയാം. നോക്കിക്കേ, നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടറിയാം. ഇവിടെ 35, ഇവിടെ 35. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ 35 ആണ്. അപ്പോൾ 35, ഇവിടെ 35 ആണെങ്കിൽ ഈ ഒരു ലെങ്ത് ഇങ്ങനെ പോകത്തില്ലേ? നമ്മൾ ഓപ്പോസിറ്റ് Z പോലെ പോകത്തില്ലേ? അപ്പോൾ ഇവിടെ 35 ആണെങ്കിൽ ഇവിടെയും 35 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇവിടെ 35 ആയതുകൊണ്ട് ഇവിടെയും 35. അപ്പോൾ ഇനി ഇവിടെ നോക്കിക്കേ, 45 ഇങ്ങനെ പോവുക. അപ്പോൾ ഇവിടെ 45 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഈ ഒരു ഫ്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ 45 ഡിഗ്രിയാണ്, ഇതും 45 ഡിഗ്രി. അപ്പോൾ നോക്കിക്കേ, ഇവിടെയും 45, ഇവിടെയും 35. അപ്പോൾ ഇവിടുത്തുള്ള ആംഗിളും തുല്യമായിരിക്കും. അപ്പോൾ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ സൈഡ് 6 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും, ഇവിടെയും 6 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാം? PS എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത് വാട്ട് ഈസ് ആംഗിൾ PSR? ഓക്കെ, PSR കണ്ടുപിടിക്കുക. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആംഗിൾ PSR = നമുക്കറിയാം, ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാം. 180 ഈ രണ്ടും കൂടെ കൂട്ടിയിട്ട് അവയെ കുറച്ചാൽ മതി. അപ്പോൾ 180 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി പ്ലസ് 35 ഡിഗ്രി എന്ന് ചെയ്താൽ മതി. അപ്പോൾ 180 ഡിഗ്രി മൈനസ് 4 3 7 75 80. അപ്പോൾ 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി എന്ന് പറയുമ്പോൾ 100 ഡിഗ്രി എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ആംഗിൾ PSR എന്ന് വെച്ചാൽ 100 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ റൈറ്റ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ നെയിം ഫോർ ദ ക്വാഡ്രിലാറ്ററൽ PQRS. അപ്പോൾ ഈ PQRS എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രിലാറ്ററലിന് പറ്റിയ സ്യൂട്ടബിൾ അനുയോജ്യമായിട്ടുള്ളൊരു പേര് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ എന്താ നമുക്കറിയാം, ഈ സൈഡും തുല്യം, ഓപ്പോസിറ്റ് സൈഡുകൾ എന്താണ്? പാരലലാണ് അല്ലേ? അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? പാരലലോഗ്രാം എന്ന് എഴുതാം. ഓക്കെ, എന്തെഴുതാം? പാരലലോഗ്രാം എന്ന് എഴുതാം. ഇനി അടുത്ത് ഈ ക്വസ്റ്റ്യൻ എഴുതാൻ അറിയാത്തവർക്കായി അടുത്ത B പാർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇനി അടുത്ത് B ക്വസ്റ്റ്യൻ, ദ പിക്ചർ ഷോസ്. അപ്പോൾ പിക്ചർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് റഫായിട്ട് ഇവിടെ വരച്ചിരിക്കുകയാണ്. ഓക്കെ, പിക്ചറിൽ തന്നിട്ടുണ്ട് ഷോസ് ദ ട്രയാങ്കിൾ ഡ്രാൻ ബൈ ജോയിനിങ് 3 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. അപ്പോൾ സർക്കിളിലെ 3 പോയിന്റുകളെ, ഇതാ ഒരു പോയിന്റ്, ഈ പോയിന്റ്, ഈ 3 പോയിന്റുകളെ ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് എന്താ പറയുന്നത്? ആംഗിൾ AOB = 120 ഡിഗ്രി. AOB ഇത് A. അപ്പോൾ AOB 120 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? ആംഗിൾ BOC ആംഗിൾ BOC 100 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആംഗിൾ AOC എന്ന് പറയുമ്പോൾ AOC ഇതാണ്. ഈ ആംഗിൾ എത്രയെന്നാണ് ചോദ്യം. ഈ ആംഗിൾ എത്രയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഒരു സർക്കിളിൻ്റെ സെൻറ്ററിലെ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ ആംഗിൾ എന്ന് വെച്ചാൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കുക, ഒരു ആംഗിളേ കിട്ടാവുള്ളൂ ഇനി. അപ്പോൾ 360 ഇത് രണ്ടും കൂടെ കൂട്ടിയത് കുറയ്ക്കുക. അപ്പോൾ എങ്ങനെ എഴുതും? ആംഗിൾ AOC എങ്ങനെ എഴുതാം? ആംഗിൾ AOC = 360 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി പ്ലസ് 100 ഡിഗ്രി. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതും? 360 ഡിഗ്രി മൈനസ് 100 220. അപ്പോൾ 220 ഡിഗ്രി കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 0 പോയ 0, 6 2 പോയ 4, 3 2 പോയ 1. അപ്പോൾ എത്രയാണ്? 140 ഡിഗ്രിയാണ് അവിടുത്തുള്ള ആൻസർ. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? O എന്ന് പറഞ്ഞാൽ ഇവിടെ 140 ഡിഗ്രി. അപ്പോൾ ഇവിടെ കിട്ടും, ഇത് എത്ര? 140 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, 140 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഇനി എന്താണ്? 140 ഡിഗ്രിയാണ് അവിടുത്തുള്ള ആൻസർ. അടുത്തതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ആൾ ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ABC. ABCയുടെ ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ എല്ലാ ആംഗിളും കണ്ടുപിടിക്കുക. ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് ആംഗിൾ A എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, ആംഗിൾ A കണ്ടുപിടിക്കാൻ
അപ്പോൾ ആംഗിൾ എ കണ്ടുപിടിക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റിൽ ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയാണ്, അത് പകുതിയായിരിക്കും. ഈ 100ൻ്റെ പകുതിയാണ് ഈ ആംഗിൾ എ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഈ 120 ഇവിടെ ആണെങ്കിൽ ബാക്കിയൊക്കെ വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്, സെൻട്രൽ ആംഗിൾ ഓപ്പോസിറ്റ് ഈ ആംഗിൾ എ എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രി. അപ്പോൾ ആ 100 ഡിഗ്രിയെ ആംഗിൾ എ കണ്ടുപിടിക്കുക. ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ 100. അപ്പോൾ 100 ഡിഗ്രി ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ 100 ഡിവൈഡ് ബൈ 2 എന്ന് ചെയ്യുമ്പോൾ 100ൻ്റെ പകുതി 50 ഡിഗ്രിയാണ് അവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ആംഗിൾ ബി എന്ന് പറയുമ്പോൾ ആംഗിൾ ബി എന്ന് പറഞ്ഞത് ഇവിടെയാണ്. അപ്പോൾ ഇത് ഏതിൻ്റെ എടുക്കും? 140യുടെ. അപ്പോൾ ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് 140 എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ വരുന്നത്. അപ്പോൾ 140 ഡിവൈഡ് ബൈ 2 ചെയ്യും. അപ്പോൾ 70 ഡിഗ്രി. 140 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 70 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഇനി ആംഗിൾ സി എന്ന് പറയുന്നത് ഈ 120 ഡിഗ്രി ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി, ഈ സി കിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ 120 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 6 2 12. അപ്പോൾ 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തുള്ള ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ 2 ഫിഗർ തന്നിട്ടുണ്ട്, ഒരു സ്ക്വയറും ഒരു റെക്റ്റാങ്കിളും തന്നിട്ടുണ്ട്. സ്ക്വയറിൻ്റെ സൈഡ് എക്സും തന്നിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഇൻ ദ ഫിഗർ 1 സൈഡ് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഫിഗറിൽ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. അപ്പോൾ സ്ക്വയറിൻ്റെ സൈഡിനെക്കാട്ടിലും 3 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ ലെങ്ത് എങ്ങനെ എഴുതാം? ഇതിനെക്കാട്ടിലും കൂടുതൽ. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? x+3 എന്ന് എഴുതാം. ഓക്കെ, ഇതെന്ന് വെച്ചാൽ x+3 ആണ് ലെങ്ത് സൈഡ് ഓഫ്. ആൻഡ് ദ അതർ സൈഡ് ഈസ്, ഇനി മറ്റേ സൈഡ്, ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഈസ് 3 സെൻറ്റിമീറ്റർ ഷോർട്ടർ ദാൻ ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ സൈഡിനെക്കാട്ടിലും 3 സെൻറ്റിമീറ്റർ ഷോർട്ടർ എന്ന് വെച്ചാൽ കുറവാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? x-3 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ഫിഗർ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എന്താ? ടേക്കിംഗ് ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ എക്സ്. അപ്പോൾ സ്ക്വയറിൻ്റെ സൈഡിനെ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ റൈറ്റ് ദ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിളിൻ്റെ സൈഡുകൾ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി എഴുതി കഴിഞ്ഞു. അപ്പോൾ ലെങ്ത് എങ്ങനെ എഴുതാം? റെക്റ്റാങ്കിളിൻ്റെ സൈഡ് ലെങ്ത് കണ്ടുപിടിച്ചു, x+3 ആണ്. അടുത്ത് ബ്രെഡ്ത്ത് നമ്മൾ കണ്ടുപിടിച്ചു, x-3 ആണ്. ഇത്രയും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഹാസ് മോർ ഏരിയ. ഇതിൽ ഏതിനാണ് ഏരിയ കൂടുതലുള്ളതെന്നാണ് ചോദിക്കുന്നത്. സ്ക്വയർ ഓർ റെക്റ്റാങ്കിൾ. അപ്പോൾ സ്ക്വയറിനാണോ ഏരിയ കൂടുതൽ, റെക്റ്റാങ്കിളിനാണോ ഏരിയ കൂടുതൽ? അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച്, എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ഏരിയ ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ ഒരു സൈഡ് എക്സ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറാണ് അവിടുത്തെ ഏരിയ. ഇനി റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ എത്രയാ? ലെങ്ത് എന്ന് പറഞ്ഞാൽ x+3 ഇൻറ്റു x-3 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ x+3 a+b ഇൻറ്റു a-b = a² - b² എന്നാണ്. അപ്പോൾ ഇത് x² - 3² എന്ന് വരും. അപ്പോൾ x² - 3² എത്രയാണ്? 9. ഓക്കെ, അപ്പോൾ ഈ x² നിന്ന് 9 കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഇത് നോക്കിക്കേ, ആരുടെ ഏരിയയാണ് കൂടുതൽ? സ്ക്വയറിൻ്റെ ഏരിയയാണ് കൂടുതൽ. സ്ക്വയറിൻ്റെ ഏരിയ x² ആണ്. പക്ഷേ അതേ സമയം റെക്റ്റാങ്കിളിൻ്റെ ആണെങ്കിൽ x² നിന്ന് ഈ x² 9 കുറയ്ക്കുവാണ് അല്ലേ? അപ്പോൾ ഏതിൻ്റെയാണ് നമുക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ ഹാസ് മോർ ഏരിയ എന്ന് എഴുതാം. അപ്പോൾ സ്ക്വയർ ഹാസ് മോർ ഏരിയ എന്ന് എഴുതിയ ആൻസറായി. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ തീർന്നില്ല. ഹൗ മച്ച്, എത്ര കൂടുതലെന്ന് ചോദിച്ചു. അപ്പോൾ എത്ര കൂടുതലാണ്? ഇതിനെക്കാട്ടിലും 9 ടൈംസ് കൂടുതലാണ്. x² നിന്ന് 9 പോകുന്നു. അപ്പോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? സ്ക്വയറിന് 9 ടൈംസ്. അപ്പോൾ എന്താ ആൻസർ? ഹൗ മച്ച് എന്ന് ചോദിച്ചാൽ 9 ടൈംസ് ആണ്. സ്ക്വയറിൻ്റെ ഏരിയ 9 ടൈംസ് കൂടുതലെന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. എ സ്ക്വയർ ഓഫ് 9 നമ്പേഴ്സ് ആർ ഗിവൻ ഇൻ കലണ്ടർ. അപ്പോൾ ക്വസ്റ്റ്യൻ ആണ് എ സ്ക്വയർ ഓഫ് 9 നമ്പേഴ്സ് ആർ ഗിവൻ ഇൻ കലണ്ടർ. കലണ്ടറിൽ 9 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 9 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ആൻഡ് 4 കോർണേഴ്സ് ആർ മാർക്ക്ഡ്. 4 കോർണറുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. 1. കാൽക്കുലേറ്റ് ദ പ്രോഡക്ട്സ് ഓഫ് ദ ഡയഗണൽ പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദെയർ ഡിഫറൻസ്. അപ്പോൾ കണ്ടുപിടിക്കുക പ്രോഡക്ട്സ്, ഗുണനഫലം ഓഫ് ദ ഡയഗണൽ പെയേഴ്സ്. ഡയഗണൽ പെയേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പെയർ എങ്ങനെ എഴുതാം? ഫസ്റ്റ് പെയർ ഏതെഴുതാം? 2 × 18 എഴുതാം അല്ലേ? 2 × 18 ചെയ്യുമ്പം
8 2 16 1 ശിഷ്ടം 2 36 കിട്ടും. ഓക്കെ, ഇനി അടുത്ത് ഇത് രണ്ടും ചെയ്യാം. ഡയഗണൽ എന്ന് വെച്ചാൽ ഇത്. അപ്പോൾ സെക്കൻഡ് പെയർ നമുക്ക് എഴുതാം. സെക്കൻഡ് പെയറിനെ 16 × 4 എന്ന് ചെയ്യാം. അപ്പോൾ 6 4 24, 4 2 ശിഷ്ടം 4 5 6 64 എന്ന് കിട്ടും. ഇനി അതിൻ്റെ ഡിഫറൻസ്, ഫൈൻഡ് ദെയർ ഡിഫറൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്താ എടുക്കും? ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 64 - 36 ചെയ്യുക. അപ്പോൾ നമുക്ക് 28 എന്ന് കിട്ടും. ഇതാണ് അവിടുത്തെ ഡിഫറൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ നമ്പേഴ്സ് അറ്റ് ദ 4 കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ ഓഫ് 9 നമ്പേഴ്സ് ടേക്കിംഗ് ദ മിഡിൽ നമ്പർ ആസ് എക്സ്. അപ്പോൾ ഇവിടെ എഴുതാൻ പറയുകയാണ്. ഈ കോർണറിലുള്ള നമ്പേഴ്സ് എഴുതാൻ പറയുകയാണ്. മിഡിൽ നമ്പറിന് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതും? ഈ ഫസ്റ്റ് കോർണറിൽ എന്ത് എഴുതും? ഇവിടെ എക്സ്. അപ്പോൾ ഇതിനെ എക്സിൻ്റെ ടൈമിൽ എഴുതാനാണ്. അപ്പോൾ എക്സ് ഇവിടെ 10 ആയിരുന്നു. 10 ന് 8 കുറച്ചപ്പോഴാണ് നമുക്ക് 2 കിട്ടി. അപ്പോൾ എക്സിൻ്റെ ടൈമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ഫസ്റ്റത്തെ കോർണറിൻ്റെ ഇവിടെ എന്തെഴുതും? എക്സ് മൈനസ് 8 എന്ന് എഴുതാം. ഇവിടെ എന്തെഴുതും? എക്സ് മൈനസ് 8. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ എക്സ് മൈനസ് 8 എന്ന് എഴുതും. ഇവിടെ എന്താണ്? അടുത്ത് ഈ കോർണർ നോക്കാം. ഈ കോർണർ എന്ന് വെച്ചാൽ 10ൻ്റെ കൂടെ 6 കൂട്ടിയപ്പോഴാണ് 16 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സിൻ്റെ കൂടെ 6 കൂട്ടണം. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 6 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെ എഴുതും? ഇവിടെ നോക്കി 10 ആയിരുന്നു. 10 ൽ നിന്ന് 4 കിട്ടിയ എങ്ങനെയാണ്? 10 ൽ നിന്ന് 6 കുറയ്ക്കുമ്പോഴാണ് 10 - 6 ആണ് 4 കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 4 എന്ന് എക്സ് മൈനസ് 6 എന്ന് എഴുതാം. ഇവിടെ എക്സ് മൈനസ് 6 എന്ന് എഴുതി. ഇനി ഇവിടെ എങ്ങനെ എഴുതും? 18 ആണ്. അപ്പോൾ 10 + 8 ആണ് 18. അപ്പോൾ എക്സ് പ്ലസ് 8 എന്ന് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് അതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര ഉപയോഗിച്ച് വൈ ദ ഡിഫറൻസ് ഈസ് സെയിം ഫോർ ദി സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എല്ലാം സെയിം ആവേണ്ട കാരണം എന്ന് ഓൾജിബ്രായിക്കലി എഴുതാനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം പറഞ്ഞ ഫസ്റ്റ് പെയറിനെ എക്സിൻ്റെ ടൈമിൽ ഇതിലെഴുതാം. ഫസ്റ്റ് പെയറിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 8. അപ്പോൾ ഫസ്റ്റ് പെയറിന് എക്സ് മൈനസ് 8 ഇൻറ്റു അടുത്ത എത്രയാണ്? ഇൻറ്റു 18 എവിടെയാണ്? ഇവിടെ ഈ ഭാഗത്ത്. അപ്പോൾ ഇത് എക്സ് പ്ലസ് 8 എന്ന് എഴുതി. എക്സ് പ്ലസ് 8. ഓക്കെ, എക്സ് പ്ലസ് 8 എന്ന് എഴുതി. അപ്പോൾ എക്സ് മൈനസ് 8 ഇൻറ്റു എക്സ് പ്ലസ് 8 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? എക്സ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 8 സ്ക്വയർ എന്ന് വെച്ചാൽ 64. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ കിട്ടും. ഇനി എന്താ ചെയ്യുന്നത്? സെക്കൻഡ് പെയറിന് നമ്മൾ എങ്ങനെ എഴുതും? സെക്കൻഡ് പെയറിന് 16 × 4 ആണ്. അപ്പോൾ 16 ഇവിടെ നോക്കുക. 16 എവിടെ വരുന്നത്? ഈ ഭാഗത്ത്. അപ്പോൾ 16 പകരം നമ്മൾ എന്ത് എഴുതും? ഓൾജിബ്രായിക്ക് എഴുതുമ്പോൾ എക്സ് പ്ലസ് 6. അപ്പോൾ എക്സ് പ്ലസ് 6 ഇൻറ്റു അടുത്തെന്ത് എഴുതും? അടുത്ത പെയർ ഏതാ? 16 × 4 എവിടെ കിടക്കുന്നത്? ഈ ഭാഗത്ത്. 4ന് പകരം നമ്മൾ ഇവിടെ എത്രയാണ് കണ്ടുപിടിച്ചത്? എക്സ് മൈനസ് 6. അപ്പോൾ എക്സ് മൈനസ് 6 എന്ന് എഴുതും. അപ്പോൾ ഇതെന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 6ൻ്റെ സ്ക്വയർ. അപ്പോൾ എത്ര? 6ൻ്റെ സ്ക്വയർ 6 36. ഓക്കെ, അപ്പോൾ 36 എന്ന് കിട്ടും. ഇനി എന്താണ്? ഡിഫറൻസ് കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഡിഫറൻസ് എന്ന് വെച്ചാൽ 64. അതായത് 64 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടെ കിട്ടിയ രണ്ടാമത്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 36 അതുപോലെ എഴുതുക. എക്സ് സ്ക്വയർ മൈനസ് 36 മൈനസ് ഇനി എന്താണ്? 36 എവിടെ കിട്ടിയത്? 36 ഈ ഭാഗത്ത്. അപ്പോൾ ഫസ്റ്റിൻ്റെ അതായത് എക്സ് സ്ക്വയർ മൈനസ് 64 എടുത്തത്. എക്സ് സ്ക്വയർ മൈനസ് 64 ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇനി എക്സ് സ്ക്വയർ മൈനസ് 36 അതുപോലെ എഴുതുക. ഈ മൈനസിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഈ മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും. പ്ലസ് 64 എന്നാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ. എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസലായിപ്പോയി. ബാക്കി എത്രയാണുള്ളത്? മൈനസ് 36 പ്ലസ് 64 എന്നാണ് കിട്ടിയത്. അതായത് 64. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 64 മൈനസ് 36 എന്ന് എഴുതാം. 64 നിന്ന് 36 പോയാൽ എത്രയാണ്? 28. ഓക്കെ, അപ്പോൾ ഇതിന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഏതെടുത്താലും ഇങ്ങനെയുള്ള കോർണറിൽ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും എത്രയേ കിട്ടത്തുള്ളൂ? 28 കിട്ടും. അപ്പോൾ ഇതാണ് ഓൾജിബ്രായിക് ഫോമിൽ എഴുതുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത് അത് അറിഞ്ഞുകൂടാത്തവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ബി ഉണ്ട്. ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൾ ദ മൾട്ടിപ്പിൾസ് ഓഫ് 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് 8. 4ൻ്റെ ടേബിൾ 1 4 4 2 4 8 തുടങ്ങുന്ന അതിനെ റിട്ടേൺ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അതിവിടെ തന്നിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ. അപ്പോൾ അടുത്ത ലൈൻ എഴുതാനാണ്. അപ്പോൾ എത്രയാണ് നമുക്കറിയാം? 4ൻ്റെ ടേബിൾ ആവും. 1 4 2 4 8 3 4 12 4 16 5 4 20. അപ്പോൾ 20 എഴുതാം.
അപ്പോൾ എങ്ങനെയാണ് 5 4 20. അപ്പോൾ ഇവിടെ 4 എല്ലായിടവും ഒരേപോലെ എഴുതിക്കാം. അപ്പോൾ ഇവിടെ 4 എഴുതും. 4 ഇൻറ്റു അടുത്തത്ര 5 ആണ്. 5 ഇൻറ്റു 1. ഓക്കെ, ഇനി അടുത്തെന്ത് എഴുതും? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എല്ലാം 2 3 4 പ്ലസ് 1. അപ്പോൾ 2 പ്ലസ് 1 3 പ്ലസ് 1 4 പ്ലസ്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതും? 5 പ്ലസ് 1 5 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 5 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 5 പ്ലസ് 1 എന്ന് പറയുമ്പോൾ അപ്പോൾ 6 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. 5 1 പോയാൽ 4. അപ്പോൾ 4 സ്ക്വയർ കിട്ടും. ഇതാണ് അടുത്ത ലൈൻ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ശരിയാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ പറയുന്നത്? എക്സ്പ്ലെയിൻ ദിസ് യൂസിങ് ആൾജിബ്ര. അപ്പോൾ ഇതിനെ ആൾജിബ്ര ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. ആൾജിബ്ര എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താ, ഇത് 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് നമ്മൾ എങ്ങനെ എഴുതാം? ഓൾജിബ്രായിക്കലി 4x എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 4xന് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇതെങ്ങനെ എഴുതാം? എക്സ്പാൻഡ് ചെയ്യാം അല്ലേ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇതെങ്ങനെ എഴുതും? ഇത് എയും ബിയും. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2ab. അപ്പോൾ 2ab. അപ്പോൾ 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 മൈനസ് എന്താണ് ഇവിടെ? എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എന്തായാലും എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 മൈനസ് പ്ലസ് 1 സ്ക്വയർ 1 സ്ക്വയർ. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 2x മൈനസ് ഇവിടെ ഒരു പ്ലസ്, ഇവിടെ ഒരു ഇത് വിട്ടുപോയി കേട്ടോ. പ്ലസ് 1 സ്ക്വയർ ഉണ്ടായിരുന്നേ. 1 സ്ക്വയർ മൈനസ്, അപ്പോൾ എന്താ 2x മൈനസ് പ്ലസ് 1 സ്ക്വയർ. അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസിക്കൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുണ്ടായിരുന്നല്ലോ. ആ ബി സ്ക്വയർ ഞാൻ എഴുതാൻ വിട്ടുപോയി, അതാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, പ്ലസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ 1 സ്ക്വയർ. അപ്പോൾ എന്താ 1 സ്ക്വയർ 1 തന്നെയാണ്. ഇനി മൈനസ് ഇവിടെ എങ്ങനെ എഴുതും? എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 1. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത് എന്താ ചെയ്യണേ? ഈ മൈനസിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഈ മൈനസ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും പ്ലസ് 2x മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്. അപ്പോൾ -1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്കിക്കേ. ഇനി നോക്ക്, പ്ലസ് എക്സ് സ്ക്വയറും ഉണ്ട് മൈനസ് എക്സ് സ്ക്വയറും ഉണ്ട്. വെട്ടി ചെയ്യാം. ഓക്കെ, ഈ പ്ലസ് 1 വെട്ടിപ്പോവും -1 വെട്ടിപ്പോവും. ബാക്കി എത്രയുള്ളത്? 2x പ്ലസ് 2x. അപ്പോൾ എത്രയാണ്? 2xും 2xും എന്ന് പറഞ്ഞാൽ 2xൻ്റെ കൂടെ 2x കിട്ടുമ്പോൾ 4x. അപ്പോൾ അത് കണ്ടില്ലേ, അവസാനം നമുക്ക് 4x എന്ന് തന്നെ കിട്ടും. ഇതാണ് ആൾജിബ്രായിക് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 8ാം ക്ലാസ്സിലെ മാത്സ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം. അപ്പോൾ അതുവരയ്ക്കും ദിസ് ഈസ് മീ ദീപ ചാർവി സൈനിങ് ഓഫ്.